എന്താണ് മച്ചാനെ ഇത്? വേറെ ലെവലാണല്ലോ. നിങ്ങളെന്താ വെച്ചാൽ അവിടെ കുഴിയെടുക്കണം. നിങ്ങളവിടെ കുഴിയടിക്കായിരുന്നോ? കയറാൻ പറ്റുള്ളൂ. അതുപോലെ ടയർഡായില്ലേ ഭയങ്കര? നോക്കി നോക്കി നോക്കി. അപ്പോൾ നമ്മൾ പാൽക്കുളമേടിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടോ. ലാസ്റ്റ് ഫൈനലി പാൽക്കുളമേടിൻ്റെ സെൻറ്ററിൽ തിരിഞ്ഞ് പറഞ്ഞാൽ കയറി പോകുമ്പോൾ ഇത്തിരി കട്ട് റോഡായിരിക്കും, ടോപ്പ് റോഡായിരിക്കും. നമ്മൾ കയറാൻ പോകണം. ഓക്കെയാണോ കൊണ്ടന്ന് ഇടിപ്പിച്ചത്? അടിപൊളി. ഇറങ്ങി ജസ്റ്റ് അയ്യോ ഇത് പൊട്ടിപ്പോകും. അതിന് ബലൂല പൊട്ടിപ്പോകും. അല്ല പതുക്കെ തള്ളിക്കൊടുത്താൽ മതി. പതുക്കെ തള്ളിയിട്ടേ പോരാടാ. അവിടെ ചെറിയൊരു ടച്ചിങ് മാത്രം പോയി. നോക്കി നോക്കി കൊണ്ടുവരാം. ഇവിടെയൊക്കെ അടിപൊളിയാണല്ലോ. ചേട്ടാ കേറ്റ് കേറ്റ് മോൻ കേറ്റ് ടാസ്ക് കേറ്റ് ചേട്ടൻ കേറ്റ്. ഇപ്പൊ വീഴോ? സുധി ചേട്ടൻ കൈ എടുത്തുണ്ടോ തോളത്ത് വെച്ചിട്ട് അല്ലേ? ബാക്ക് ആ താക്കോലോണേണം സ്റ്റാർട്ടാവണെങ്കിൽ. കണ്ടറ കേറി പോയതാണ്ട കിങ്. അയ്യോ എൻ്റെ ഹിമാലയ തൻ്റെ വണ്ടി കയറ്റണ്ടേ? കുഴപ്പമൊന്നുമില്ല. ഒരു വട്ടം വീണെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പുത്തൻ വണ്ടിയെന്ന് പറഞ്ഞിട്ട് വീഴാൻ പാടുന്നുണ്ടോ? ഐശ്വര്യമാണ് വീഴുന്നതൊക്കെ. കേറ്റ് വേഗം കയറ്റ്, സമയം കളയല്ലേ. വെയിലുണ്ടല്ലോ, വെയിലുണ്ട്, നട്ടുച്ച വെയിലാണ്. അതെ, അങ്ങനെ എല്ലാ വണ്ടിയും നമ്മൾ ആ ടാസ്ക് കടന്ന് ഇതാ പൊക്കത്തെത്തി.
പുതിയ വണ്ടിയാട്ടോ, ഫ്രഷ് വണ്ടിയാണ്. 2 ദിവസമായിട്ടുള്ള എടുത്തിട്ട്. ഒന്നാ 2 പ്രാവശ്യം വീണോ? മറ്റേ വീഴ്ച ആര് പറയുമ്പോ അവിടെ പറഞ്ഞ വീണല്ല കാടിന്റെ അകത്ത്. എടാ ഇറക്കല്ലേ ഇറക്കല്ലേ, പോട്ടെ പോട്ടെ. മതി. ഓക്കെ അപ്രില് കയറി പോട്ടെ പോട്ടെ. പതുക്കെ പതുക്കെ പതുക്കെ. അടിപൊളി അടിപൊളി പോട്ടെ. അത് ഓക്കെ. ആ സീക്കറോ കമോൺ. പോട്ടെ. Come on, come on. അടുത്ത വട്ടെ. ചെല്ലണ്ടി വരൂടാ, ചെല്ലണ്ടി വരും ചെല്ലണ്ടി വരും, ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പോട്ടെ പോട്ടെ. അഡ്ജസ്റ്റ് പോയിക്കോ, ഹെഡ് പാടിപ്പോയിരുന്നു. ഫ്രണ്ട് എടുത്തോ. അത് ലാസ്റ്റ് വണ്ടി കയറി. ഓക്കെ അടിപൊളി. അയ്യോ ആ തെന്നുണ്ട്. ആ തന്നുണ്ട്. നമ്മുടെ പിള്ളേരെല്ലാം പാഞ്ഞാനുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ഇസ്മാണ് പ്രശ്നം. ഇസ്മ അടക്കുന്നൊരു പണിയുണ്ട്. ആ നമുക്ക് കയറ്റി വിടണം, അല്ലെങ്കിൽ അമ്മര് പണിയാവും. ഇല്ലടാ അടിമുട്ടൂടാ അവിടെ. അല്ലേ കല്ലിട്ട് പൊക്കണം അവിടെ, അല്ലേ കല്ലിട്ട് പൊക്കണം അവിടെ. കല്ലിട്ട് പൊക്കണം. തട്ടൂടെ തട്ടും. സെന്റർ സെന്റർ കുഴപ്പമില്ല. ബാക്കർക്ക് നീ ബാക്കർക്ക് തിടി ബാക്കർക്ക്. എന്നിട്ട് ആ കല്ലുമ്മ കൂടെ കയറ്റാൻ പറ്റുമോ? ആ ഗ്യാപ്പ് പിടി കയറിപ്പോടാ. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. ആ ഗ്യാപ്പ് പിടി കയറി. ബാക്കിലൊരു കല്ലുണ്ടാ. ഓട്ടെ അപ്പുറമില്ല. എടാ ഇത് പൊട്ടും കേട്ടോ. എടാ പൊക്കില്ലടാ, പൊട്ടൂടാ പൊട്ടൂടാ. നീ ആ പൊട്ടും. ആ ബലമില്ല. തള്ളി നോക്കിയാ തള്ളി നോക്കി അവിടെ ഒരു കല്ല് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഒരു കഷ്ണം ഇട്ടു. മതി മതി മതി. ഒരു കല്ലിട്ട് പറഞ്ഞ അവിടെ. ഇപ്പം നിന്നവിടെ ഒറ്റടിക്കേ. ഒരു മിനിറ്റ്. എടാ ആ കല്ല് മാറ്റാൻ പറ്റുമെന്നാണ് എന്റെ തോന്നല്. ആ ഓക്കെ അടിപൊളി. പൊക്കാൻ പറ്റുന്നല്ലേ. അടിപൊളി നൈസ്. അപ്പോൾ അങ്ങനെ അപ്പുറയിലേക്ക് കയറി. നമ്മുടെ അടുത്ത വണ്ടി കാണിച്ചാനാ. വാ പോട്ടെ പൊളി. പിന്നല്ലാണ്ട് ഇസ്മായിലേ പോയി കേറ പോട്ടെ. ആ പൊളി. അവൻ ക്ഷീണിച്ചവൻ. എന്ത് പറ്റിയടാ? ക്ഷീണിച്ചാ നീ? ആ ഓഫ് റോഡ് സിംഗിൾ വണ്ടിക്ക് വന്നാ അല്ലേ ശരിയാവൂല. നടന്ന് നാശവും. വാമനെ വാ. നിയാസ് ബ്രോ അടിച്ചു കേട്ടെ.
പോളി ഓക്കെ എല്ലാവരും ആയില്ലേ? നിങ്ങൾക്ക് അടുത്ത സ്പോട്ടിൽ വിടുക. നമുക്ക് അടുത്ത വഴിയിൽ സെറ്റാകും. അപ്പോൾ എല്ലാ വണ്ടിയും കയറി ആ ടാസ്ക് കഴിഞ്ഞ് ഇനി അടുത്ത എന്ത് ടാസ്ക്കാണ് അവിടെ നിൽക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ അന്യായ ടാസ്ക് ഉണ്ടോ? അല്ല ഇവിടെ അന്യായ ടാസ്ക് ആണെന്ന് പറഞ്ഞ എടാ പിടിക്കടാ 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 നിക്ക്. ആ ഇനി ഇറക്കല്ലേടാ ഇനി ഇറക്കല്ലേ. നീ ഞാൻ വന്ന പോയിന്റ് കൂടിയോ? അത് കുഴപ്പമില്ല. ആ വാ 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 വാ. നീ താഴത്തേക്ക് ഇറക്കിയോ? ഞാൻ വന്നിട്ടാക്കി വാ. ഓക്കേടാ പോര് കയറിക്കോ. നിർത്തല്ലേ കയറിപ്പോന്തി കയറിപ്പോര് നിർത്തല്ലേ നിർത്തിയൊക്കെ ഇറങ്ങും. ആ പൊളി. അപ്പോൾ അതൊക്കെ എടാ അല്ലെങ്കിൽ ഇതിലെ കൂടി കയറ്റിയാലും മതിയായിരുന്നു. വേറല്ലേ അപ്പല് എടാ നോക്കിക്കോട്ടാവനാ. ഒറ്റ വരവ് പോട്ടെ. ഓ പൊളിയിട്ടോ മോനെ. ഈ പ്രാവശ്യം തകർത്ത്. അതെ ഈ പ്രാവശ്യം തകർത്ത് പോയി. ആ എനിക്ക് വേണേ ഇതൊക്കെ കണ്ടിട്ട് അവിടെ വെച്ചിട്ടും പോയായിരിക്കും പിള്ളേര്. അത് ഇതും അങ്ങനെ രണ്ടുമല്ലേ പേടിയായിരുന്നോ? ഹിമാലയൻ ഹിമാലയൻ പിന്നെ വേറെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ടല്ലോ. എടാ കയറ്റി നിർത്തറ വണ്ടി കയറി നിർത്തും. ആ പൊളി മോൻ കൊള്ളാം അടിപൊളി. കല്ലിടിച്ചാ കാലില്ല ഇവറാ എന്തായി പോയേക്കാം. ഇത് പുഴയുള്ള കട്ടപ്പുഴ. ബ്രോ നോക്കി നമ്മുടെ ഒരു വണ്ടിയുടെ ഗിയർ ലിവർ സീനായി. ഈ വണ്ടി നേരേക്ക് ഓ ഓഫ് റോഡ് അടിച്ചടിച്ച് ക്ഷീണിച്ച് ഒരു വകയെ ഇതാണത് പുഴയാണ്. കുറേ നേരമായിട്ട് ഈ വഴി കൂടി ഇങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരിക്കുക. ആണോ കുറേ താഴ്ത്തുവരുണ്ട്. ഇനി പുറത്തോട്ട് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. കുറേ ടാസ്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പോവോ അടുത്ത എന്നെ എടുത്തിട്ടോ അടി വെച്ചോടാ. പക്ഷെ എൻ്റെ പൊന്നെ അങ്ങനെ വീണ്ടും ഓഫ് റോഡിങ്ങിന് ശേഷം എപ്പോൾ തുടങ്ങിയാണെന്നറിയാം. രാവിലെ തുടങ്ങിയത് ഓഫ് റോഡ്. ഓ ഒന്നും പറയണ്ട. അതിന് ശേഷം നമ്മൾ ടോപ്പിലെത്താറായിട്ടുണ്ട്. കേട്ടെ ഫ്രണ്ടിലൂടുണ്ടോ? അപ്രീലി അവിടെ എന്തോ വെച്ചാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ പൊക്കത്തു.
കണ്ട മോനെ അതെ ഇവിടെ കയറി വന്നപ്പോഴത്തേക്കുള്ള വ്യൂ നോക്കി. എൻ്റെ പൊന്ന് കോടയൊക്കെ അടിച്ചിറങ്ങണേ. കുറച്ച് മുമ്പ് വരെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം കയറി വന്നപ്പോഴത്തേക്കും ആഹാ പൊളി നൈസായിരുന്നു. ഏതായാലും ഇടിച്ചു പൊളിച്ചോടെ കയറിയതിൽ ഗുണമുണ്ടായി. നമ്മുടെ വണ്ടി ഞാൻ ചെളി അടിച്ച് കുളമായി. ഇങ്ങനെ കൈ കൊടുക്കുമ്പോഴാണോ? കൈ കൊടുത്ത് കഴിയുമ്പോ അറിയില്ലടാ. അവിടെ അടുത്തും കുടുങ്ങിയിട്ടുണ്ട്. അവരുടെ അടുത്തോട്ടോ കുടുങ്ങിയിട്ടുണ്ട്. അത് നോക്കണം. ഒരുത്തം കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പയ്യനോടെ കുടുക്കി ഞാനും സെറ്റ് ചെയ്യട്ടോ. എന്ത് പറ്റി? എൻ്റെ പൊന്നെ ഈ സീൻ നോക്കി. നിയാസ് ബ്രോയുടെ വണ്ടി വെറുതെ നൈസായിട്ടാണ് കയറ്റിരുന്നോ. എന്താണ് മച്ചാനെ ഇത്? വേറെ ലെവലാണല്ലോ കേട്ടത്. പോളി എടാ ഇനി കയറ്റണ്ടേ ഇത്? റിവേഴ്സ് ഇറങ്ങണം. മോനെ എത്തിയടാ എത്തി. ഇവിടെ അങ്ങോട്ടാണോ? അങ്ങോട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ല. ഒറ്റക്കൊന്നും ഇവിടെ ഇരിക്കും. ആ ഒറ്റക്കൂടെ ഒന്നും കുത്തിക്കിടക്കാതെ വേറെ പണിയിലൊന്നും എനിക്ക് നീണ്ട ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ടോപ്പിലെത്തി. എന്താണ്ട് ഉള്ളിവില തോന്നണേട്ടാ. പക്ഷെ നമുക്ക് നല്ല കോടയാണ്, നല്ല സെറ്റപ്പ്. എല്ലാം കാണാമെന്ന് അറിയില്ല. കംപ്ലീറ്റ് കോടയായിട്ട് അപ്പൊ നമ്മള് അവിടെ ഇല്ലേ പൊക്കത്തൊരു കുറച്ച് ടാസ്ക്കാണ് കുതിരകളൊക്കെ കയറി 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 ഒരുപാട് വിടും. വൈകുന്നേരം ഓടാം അവിടെ എത്തുമ്പോ. രാത്രി എത്തണല്ലോ, തിരിച്ച് വീട്ടിൽ പോണ്ടേ. ആ അതാ ഞാൻ പറഞ്ഞത്. അത് കാണുമ്പോ ഇവിടെ പോലെ വന്നിട്ടുണ്ട് കൊറേ ദൂരം. അവിടെ ചെറുക്കാ ലെൻസ് നോക്കിക്കൊള്ളണം കേട്ടോ. വെയിൽ വന്നു ഇപ്പൊ നല്ല. മലഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം അവിടെ ഇത്തിരി വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് വെള്ളം പിടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്. അവിടെ തെന്നുണ്ടല്ലോ ഇവിടെ. അയ്യോ തെന്നുണ്ടോ, പടം അടിക്കരുത്. ആ അതെ. അപ്പോൾ
ഇതാ ഇവിടുന്ന് കാട്ടുവെള്ളം അല്ലേ, മിനറൽ വാട്ടർ ഉണ്ടാ. ഞാൻ പിടിക്കുന്നുണ്ട് അവിടെ നിന്ന് വെള്ളം ഐസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമുണ്ട്. ആ മലമണ്ടയിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുക. വെള്ളം പിടിക്കുന്നവരിട്ട് നമ്മൾ പയ്യനോടെ നിന്ന് വെള്ളം പിടിക്കാനുണ്ടോ? മിനറൽ വാട്ടർ അല്ലേ, ശുദ്ധമായ വെള്ളം. അതെ, അവനത് പിടിച്ച് കുടിക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എങ്ങനെയുണ്ടാ ടേസ്റ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കുടിച്ചു നോക്കിയേ. സൂപ്പർ സാധനം. എവിടെ അട്ട അപ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളവും കിട്ടി. നമ്മളെ കാട്ടിലെ ശുദ്ധമായിട്ടുള്ള വെള്ളവും കുടിച്ചു അല്ലേ. അവനങ്ങോട്ട് പോയി, അവനില് പൊക്കത്ത് പോയില്ലേ? എന്താ പോയില്ലേ? നമ്മളവിടെ വന്ന് നല്ല പ്രകൃതിയുടെ വാട്ടറൊക്കെ കുടിച്ച് ഇതായിപ്പോ പൊക്കത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. ആ മലയുടെ ഏറ്റവും ടോപ്പിൽ ഒരുത്തനെ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒറ്റക്ക് ഒരുത്തനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ വരെ നോക്കി നമ്മൾ പോകണം. എന്താണ് ഒരു സൗണ്ട് കേൾക്കണം അവിടെ? ടാസ്ക് ആണോ? കയറി വരുമ്പോ തന്നെ എനർജിയൊക്കെ തീരും. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കട്ടപ്പണിയാണ്ടാ ഇത്. കയറി വരുമ്പോ തന്നെ എനർജിയൊക്കെ തീർന്നുണ്ടാവും നമ്മുടെ. അതെ അതെ. അയ്യോ പാളാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, സംഭവം കുത്തനെ കിടക്കുക. ആഹാ, പക്ഷെ ടോപ്പിൽ ചെന്നാൽ വേറൊരു മൂടായിരിക്കും കേട്ടോ. ഓ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. എന്തായാലും ഇവിടത്തോളം വന്ന സ്ഥിതിക്ക് ഇവിടെ കയറാന്നുള്ള രീതിയിൽ പോവാ. പയ്യന്മാരോരുത്തർ പയ്യെ പയ്യെ കയറി കയറി വന്നിട്ട് ഓടെ ഇനിയുണ്ട് മക്കളെ, ഇനിയുണ്ട്. അറ്റത്താൻ ഇനിയുണ്ട്. അയ്യോ ക്ഷീണിച്ച് ക്ഷീണിച്ച്. അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യൂട്യൂബിന് വേണ്ടി, ഒരു വീഡിയോക്ക് വേണ്ടി അവസാനം മലയുടെ മുകളിൽ വരെ കയറാൻ. മോനെന്തിനാ പൊക്കത്തേറിയിരിക്കണപ്പാ? അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിരിക്കും. അതെ ഞാൻ ഒറ്റ ശ്വാസം എടുത്തിട്ട് അവിടെ പോന്നേക്കണം. പിടിച്ചോളേ. അടിപൊളി അടിപൊളി. എന്താണ് പറപ്പിച്ച് കളിക്കണ നീ?
അപ്പൊ എനർജി ഒരു പെണ്ണുണ്ട് നീ എടുത്തിട്ടുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല, അത് വല്ല ബുദ്ധിമുട്ടുള്ള രണ്ടേ മടക്കുമ്പോ പോകല് ആ ഞാൻ പറഞ്ഞപ്പോ എന്തായാലും നിങ്ങളെ വേണം. ബാക്കി നീ കഴിച്ചോ. മിച്ചറാണോ? മിച്ചറാണോ? അപ്പൊ ഞങ്ങളെല്ലാരും താഴോട്ട് ഇറങ്ങാണ്ട, താഴോട്ട് ഇറങ്ങാൻ താഴത്ത് വന്നിട്ട് വേണം. നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു. വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവരും സപ്പോർട്ടും വേണം നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.